അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ നോക്കിയാലോ? ഉതിർപ്പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഉതിർപ്പുട്ടിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കടലേക്കാളും എപ്പോഴും ചെറുപയർ കൂട്ടാനാണ്. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയർ കൂട്ടാനാണെങ്കിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. വെളുത്തുള്ളി വേണ്ട, ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, തേങ്ങ അരച്ച് പോലും ചേർക്കണ്ട, അത്ര ഈസി ആയിട്ടുള്ള എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള ഒരു ചെറുപയർ കൂട്ടാനാണ്. ഈ ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ഏത് കൂട്ടാൻ്റെ കൂടെയും പപ്പടം നിർബന്ധമാണ്, പപ്പടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പൊതുവെ തെക്കോട്ട്. പക്ഷേ ഞാൻ ഈ ചെറുപയർ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കൂടെ എനിക്ക് എന്തോ പപ്പടം നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, കണ്ടോളൂ. 1.5 കപ്പോളം ചെറുപയർ 2-3 തവണ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തണം. ആ കുതിർത്തി അതേ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ചേർക്കാം വേവാൻ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കണ്ട, ഒരു പൊടികളും ചേർക്കണ്ട. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു 4 വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ ചെറുപയറിൻ്റെ റെസിപ്പി മാത്രമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പുട്ടും കുറ്റിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള മടി കൊണ്ട് നമ്മൾ ഉതിർപ്പുട്ടായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉതിർപ്പുട്ട് ചെയ്തിട്ടുണ്ടോയെന്ന്. ചില ആൾക്കാർക്ക് ഇനി ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറയണവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ സാധാരണ പുട്ടുപൊടി ഉണ്ടല്ലോ, ഉപ്പും അതുപോലെ തേങ്ങയും ചേർത്തിട്ടാണ് കുഴയ്ക്കുക. ഞാൻ ഇത് ഓൾറെഡി കുഴച്ച് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാൻ പറ്റാത്തത്. കുറച്ച് ഉപ്പും നല്ലോണം തേങ്ങ ചിരകിയതും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയാം. ഇഡ്ലിത്തട്ട് വെക്കുക. ഇഡ്ലിത്തട്ടിൻ്റെ ആവിത്തട്ട് ഉണ്ടാവുമല്ലോ, അതാണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഒരു വാഴയില ഇതൊന്ന് ചെറുതായിട്ട് ഞാൻ വാട്ടിയിട്ടുണ്ട്. വാട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ വാഴയിലയിൽ വെന്ത് വരുമ്പോൾ ആ ഒരു പുട്ടിൻ്റെ വാസന തന്നെ പ്രത്യേക സ്വാദുമാണ്, അതുപോലെ പുട്ടിന് പ്രത്യേക ഒരു വാസനയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടി മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ പുട്ടും കുറ്റി കഴുകാൻ മടിയുള്ളവർക്കും, അതുപോലെ പുട്ടും കുറ്റിയിലാണെങ്കിലും കുറച്ചധികം ആൾക്കാരുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ട്രിപ്പായിട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ചെറുപയർ വേവണ സമയം കൊണ്ട് നമുക്ക് പുട്ടും റെഡിയാക്കി എടുക്കാം. ഉതിർന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഉതിർപ്പുട്ടെന്ന് പറയണം കേട്ടോ. ഇനി നമുക്ക് ഇഡ്ലിത്തട്ട് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറുമ്പോഴേക്കും പുട്ട് വെന്ത് കിട്ടും. നമുക്ക് ആദ്യം വറുത്തിടാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, 1 ടീസ്പൂൺ കടുക്. ഇത് ഉഴുന്നുപരിപ്പ് വറുത്തിട്ട് ചെയ്യണതാണ് ഇതിനെ വ്യത്യസ്തമാക്കണത്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ആ ഉഴുന്നുപരിപ്പ് വറവിൽ വരുമ്പോൾ തന്നെ ചെറുപയറിൻ്റെ കൂട്ടാൻ്റെ സ്വാദ് മാറും കേട്ടോ, ചെയ്ത് നോക്കിക്കോളൂ. ഉഴുന്നും കടുകും പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് കൂടി ചേർക്കുക. ഇനി ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണത് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകും ചേർക്കണത്. അതിൽ ഇഞ്ചി നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി തന്നെ എടുക്കണം, കാരണം ഇഞ്ചിയുടെ സ്വാദാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വലിയ കഷ്ണം ഇഞ്ചി, സാധാരണ നമ്മൾ കൂട്ടാനിൽ എടുക്കണേക്കാൾ ഒരു ഇത്തിരി വലിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളകും, ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയുടെ പച്ചവാസന ഒന്ന് മാറി ഒന്ന് മൂത്തോട്ടെ. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പൊടികൾ ചേർക്കണം കേട്ടോ. അപ്പോൾ കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കണം. കായപ്പൊടി സാധാരണ നമ്മൾ ചെറുപയർ കറിയിൽ ചേർക്കാറില്ല, ഇതിൽ ഇഞ്ചിയും കായപ്പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടികളൊന്ന് മൂത്ത് വരണം. ചെറുതീയിലിട്ട് പൊടികളുടെ പച്ചവാസന മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതിനെ ലൂസാക്കി എടുക്കണം. അപ്പോൾ ചെറുപയർ നല്ല പോലെ വെന്തുണ്ടാവണം കേട്ടോ, എന്നാൽ മാത്രമേ കൊഴുപ്പുണ്ടാവുള്ളൂ. കാരണം ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയർ നല്ല പോലെ വേവിച്ചിട്ടുള്ള കൊഴുപ്പ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഒരു 4 മിനിറ്റോളം തിളയ്ക്കുമ്പോഴേക്കും അത് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നല്ല സ്വാദുള്ളൊരു ചെറുപയർ കറി. ഇനി 2 പപ്പടം കൂടി കാച്ചണം, കാരണം അതാണ് ഇതിൻ്റെ ഒരു കോംബോ. നല്ല ആവി പറക്കണ പുട്ട്, വാഴയിലയിൽ വെന്തിട്ടുള്ള പുട്ട്. ഇത് സാധാരണ പുട്ടിൽ നിന്ന് വ്യത്യാസമാണത്, തേങ്ങ ഇത്തിരിയും കൂടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും സ്വാദായിരിക്കും കേട്ടോ. കണ്ടില്ല, ആ വാഴയിലയിൽ വെന്തതിൻ്റെ സ്വാദ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒരു തവണ ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസമാണ് പുട്ടിൻ്റെ സ്വാദിന് തന്നെ.